കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധമനസ്സിന് പരിമിതികളുണ്ട്. ആദ്യമായി അതിന് സ്ഥലപരമായ പരിമിതിയുണ്ട്. സാധാരണയായി അത് ആ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബാഹ്യലോകത്തിലെ യഥാർത്ഥത്തിലുള്ള സ്ഥലപരിധികളും മനസ്സിന്റെ ശേഷികളുമായി ബന്ധപ്പെട്ടുള്ള ആന്തരികമായ പരിമിതികളും അതിനുണ്ട്. ബോധമനസ്സ് എപ്പോഴും പരിമിതമായ ശേഷിക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ അത് പ്രധാനമായും ജാഗ്രത അവസ്ഥയിലുള്ള സമയങ്ങളിൽ മാത്രമാണ് സജീവമായി പ്രവർത്തിക്കുന്നത്. സാധാരണയായി ബോധമനസ്സ് ഒരു ഭൗതിക ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിലവിലെ ജന്മത്തെയും അതിലെ അനുഭവങ്ങളെയും ഗ്രഹിക്കുവാനും അനുഭവിക്കാനുമാണ് അത് ഉപയോഗിക്കുന്നത്. അതിനാൽ അതിൻ്റെ പ്രവർത്തന പരിധി ഇപ്പോഴുള്ള ഈ ജീവിതാനുഭവങ്ങളിൽ മാത്രമായി ചുരുങ്ങിക്കിടക്കുന്നു. നിലവിലെ ജന്മത്തിലെ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന വൈകാരികമായ അവശിഷ്ടങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ സംഭരിക്കപ്പെടുന്നു. മരണസമയത്ത് ആത്മാവ് തനിക്കൊപ്പം കൊണ്ടുപോകുന്നത് ഈ സംഭരിക്കപ്പെട്ട സംസ്കാരങ്ങളെയും വൈകാരിക മുദ്രകളെയുമാണ്. ബോധമനസ്സിന് ഈ ജന്മത്തിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഓർമ്മകളിലേക്കും അനുഭവങ്ങളിലേക്കും മാത്രമേ പ്രവേശനം ലഭിക്കൂ. അതിൻ്റെ പ്രവർത്തന പരിധി നിലവിലെ ജീവിത അനുഭവങ്ങളിൽ ഒതുങ്ങിയതാണ്. മുൻജന്മങ്ങളിലെ അനുഭവങ്ങളോ അവിടെ സംഭരിക്കപ്പെട്ടിരിക്കുന്ന സംസ്കാരങ്ങളോ നേരിട്ട് ബോധമനസ്സിന് സാധാരണയായി ലഭ്യമല്ല. അവ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവ സാധാരണ ബോധാവസ്ഥയിൽ ഓർമ്മയായി ഉയർന്നു വരാറില്ല. എന്നിരുന്നാലും അവയുടെ സ്വാധീനം നമ്മുടെ സ്വഭാവത്തിലും പ്രവണതകളിലും ഇഷ്ടാനിഷ്ടങ്ങളിലും ജീവിത തിരഞ്ഞെടുപ്പുകളിലും സൂക്ഷ്മമായി പ്രകടമായേക്കാം.